ഷിഹാബ്, മനസ്സ് നിറഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല സത്യത്തിൽ. എന്താന്ന് പറഞ്ഞാൽ പ്രൊഫൈലിൽ കണ്ടു, കുടുംബാന്തരീക്ഷം കണ്ടു, ഉമ്മായും ഉപ്പായും എത്ര ലാളനയോടെ ഇത്ര കെയർ ചെയ്ത് അവിടെയാണ് ആ മനസ്സിൻ്റെ ശക്തിയുടെ വേരുകളെന്ന് നമുക്ക് മനസ്സിലാവുന്നു. തീർച്ചയായും ആ ഒരു തരത്തിൽ ഷിഹാബ് ഉയർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഉമ്മായ്ക്കും ഉപ്പായ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. ഇനി പ്രൊഫൈലിനെ കുറിച്ച് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. മുഹമ്മദ് ഹനീഷ്, ഷിഹാബ് ചെയ്ത കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കണ്ടാൽ വാസ്തവത്തിൽ ഞങ്ങൾക്കൊക്കെ വല്ലാത്ത ഒരു എന്താ പറയുക ലജ്ജയോ ക്ഷീണമോ ഉളവാകും. കാരണം അത്രത്തോളം ഷിഹാബ് ഉയരങ്ങൾ കീഴടക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല ഒരുപാട് ഇനി മുന്നോട്ട് പോകാനുണ്ട്. ഇത് ഒരു നാടിൻ്റെ മുഴുവൻ തന്നെ വികാരമാണെന്ന് എനിക്കറിയാം. ആ ഉയരങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തണം. ഒരു കാരണവശാലും തളർച്ചയുടെ ഒരു ചെറിയ ലക്ഷണം പോലും മനസ്സിലോ ശരീരത്തോ ഉണ്ടാകരുത്. താങ്ക് യു സർ. മധുപാൽ സർ. ഷിഹാബ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട്. ചില സമയത്ത് എൻ്റെ പാരൻസ് ആയിട്ട് വരും, ചില സമയത്ത് എൻ്റെ കൂട്ടുകാരായിട്ട് വരും, ചില സമയത്ത് ഇപ്പോൾ ഈ ഒരു ഷോയിൽ നിൽക്കുമ്പോൾ തന്നെ അഭിജിത്ത് ഏട്ടൻ്റെ രൂപത്തിൽ ദൈവം വന്നു, അങ്ങനെ ഓരോരുത്തരുടെ രൂപത്തിൽ ദൈവം വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. കാരണം ഷിഹാബ് ഇപ്പോൾ ദൈവത്തെ കണ്ട് ദൈവത്തെ കാണിച്ചു തന്നൂടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അരുന്ധതി ടീച്ചർ. ഒന്നും പറയാൻ വയ്യ, എനിക്ക് ഒന്നുമേ പറയാൻ വയ്യ. എന്നാലും അങ്ങനെ ഞാൻ വിടില്ല. ഷിഹാബിനെ കണ്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞു. 3 കാര്യം ഞാൻ ഷിഹാബ് വന്നപ്പോൾ ശ്രദ്ധിച്ചു. ഒന്ന്, ഇറങ്ങി വന്ന് ആ സ്റ്റേജ് വണങ്ങി ആ ഗുരുത്വം, അത് ഏറ്റവും വലിയ ഗുരുത്വത്തിൻ്റെയും ആ ഈശ്വര ഭക്തിയുടെയും നാം വണങ്ങുന്ന ദൈവത്തിനോടുള്ള ആ കൂറ്, അതിൻ്റെ ഒരു തീർച്ചയായിട്ടും മാം. അതെന്താ വെച്ചാൽ ഞാനും കുറേ കാലം അങ്ങനെ ഞാൻ മാത്രം ഇങ്ങനെ ദൈവം ഉണ്ടാവില്ല, ദൈവം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാണിക്കില്ല എന്നൊക്കെ വിചാരിച്ച് ജീവിച്ചിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. പിന്നെയാണ് എനിക്ക് അപ്രതീക്ഷിതമായിട്ട് മനസ്സിലായത്, ഒരു കൈ കൊണ്ട് എന്നെ തളർത്താൻ ശ്രമിക്കുന്ന ദൈവം മറ്റു കൈ കൊണ്ട് എന്നെ തലോടി കറക്റ്റ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതാണ് ശരിയായിട്ടുള്ള വിഷൻ എന്ന് പറഞ്ഞാൽ, അതാണ് ശരിയായ വിഷൻ. പിന്നെ ഷിഹാബിൻ്റെ അച്ഛനെയും അമ്മയെ ഞാൻ മനസ്സാ വണങ്ങുന്നു. എൻ്റെ അത്രത്തോളമുള്ള നമസ്കാരം അറിയിക്കുക. ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും ഉള്ള ഷിഹാബ് വളരെ ഭാഗ്യവാനാണ്. പിന്നെ ഷിഹാബിൻ്റെ ഔട്ട്ലുക്ക്, ഞാൻ ഇങ്ങനെയാണ്, എന്നെ കൊണ്ട് എല്ലാം സാധിക്കും എന്നുള്ളത് ബാക്കിയുള്ളവരെ അറിയിച്ച് അവർക്ക് വലിയൊരു പ്രോത്സാഹനം നൽകണം എന്ന് തോന്നുന്ന ആ മനസ്സിലെ ഷിഹാബ്. സോ യു ആർ സോ ഗ്രേറ്റ്. എനിക്ക് ഷിഹാബാണ് ഇപ്പോൾ ദൈവമായിട്ട് തോന്നുന്നത്, സത്യം പറയാൻ ഞാൻ. താങ്ക് യു മാം. അപ്പോൾ ഷിഹാബ് പ്രൊഫൈൽ കണ്ടു. ഇനി പ്രൊഫൈലിൽ തന്നെ ഞങ്ങളൊക്കെ എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാതെ, കാരണം ആ ഒരു കുടുംബാന്തരീക്ഷമൊക്കെ ശരിക്കും എല്ലാവർക്കുള്ളൊരു മെസ്സേജ് ഉണ്ട് ഓരോ കാര്യത്തിലും, ഷിഹാബിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അല്ലേ? അപ്പോൾ എന്താണ് ടാസ്കിൽ കരുതി വെച്ചിട്ടുള്ളത് നമുക്ക് കാണാം. ഒഡീസിയ യുവതാരത്തിൽ എന്നോടൊപ്പം ഉള്ളത് മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശി ഷിഹാബുദ്ദീൻ എന്ന കണ്ടസ്റ്റന്റ് ആണ്. ഫസ്റ്റ് റൗണ്ടിലെ ടാസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഷിഹാബുദ്ദീനെ നമുക്ക് വിളിക്കാം. ഷിഹാബുദ്ദീനോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഷിഹാബുദ്ദീനെ ഉപ്പയാണ് എടുത്തുകൊണ്ട് വരുന്നത്. നമുക്ക് ഷിഹാബുദ്ദീനെ പരിചയപ്പെടാം. ഷിഹാബുദ്ദീൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും കണ്ടപ്പോൾ തന്നെ ആദ്യം തോന്നിയത് ഷിഹാബുദ്ദീൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജി ശരിക്കും നമുക്ക് തന്നെ ഒരു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഉപ്പയ്ക്കും ഏറ്റവും അഭിമാനിക്കാം, കാരണം ആ മകൻ്റെ ഒരുപാട് കഴിവുകൾ ഞങ്ങൾ കണ്ടു. അപ്പം ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഷിഹാബുദ്ദീൻ? ഇന്ന് പത്മശ്രീ ഡോക്ടർ ആസാദ് മൂപ്പൻ ചെയർമാനായി പ്രവർത്തിക്കുന്ന ട്രസ്റ്റിൻ്റെ കീഴിലുള്ള MA മൂപ്പൻ സ്പെഷ്യൽ സ്കൂൾ എന്ന കൽപ്പകഞ്ചേരിയിലെ ഒരു സ്ഥാപനത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫിസിക്കലി ചാലഞ്ചഡായ ഒരുപാട് കുട്ടികളുണ്ട്, പക്ഷേ അതുപോലെ തന്നെ മെൻ്റലി ചാലഞ്ചഡായ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഇവരുടെ രക്ഷിതാക്കൾക്ക് ഹാഫ് ഡേ മുഴുവൻ ഇവരുടെ രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക. അതിനപ്പുറം ഉച്ചയ്ക്ക് ശേഷം ഈ കുട്ടികൾക്കും ഇവരുടെ രക്ഷിതാക്കൾക്കുമുള്ള ഭക്ഷണം ഞാൻ കണ്ടെത്തിയ സ്പോൺസർമാരിൽ നിന്ന് സ്വരൂപിച്ച പണം കൊണ്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്നവർക്കെല്ലാം മനസ്സിലായി. വളരെ നന്നായിട്ട് തന്നെ ചെയ്യാൻ കഴിയട്ടെ, ചെയ്യുന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്, ഷിഹാബുദ്ദീനും ഉണ്ട് അല്ലേ? അപ്പോൾ എല്ലാം നന്നായിട്ട് വരട്ടെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ.
എല്ലാവരും രാവിലെ വന്നിട്ട് ഒരുപാട് നേരം ഇരുന്ന് ബോറടിച്ചോ? ഇല്ലല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നിങ്ങൾ ആ ബോർഡ് വായിച്ചോ? ഞാൻ അവിടെ പ്രൊജക്ടറിൽ കാണിച്ച് ടർട്ടിൽസ് ക്യാൻ ഫ്ലൈ. ഇതൊരു ഇറാനിയൻ ഫിലിമിൻ്റെ പേരാണ്. ഈ ഒരു ഫിലിം ഒരു യുദ്ധവിരുദ്ധ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നൊരു ഫിലിമാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ടൈറ്റിൽ, ഈ ഒരു ഹെഡിങ് എന്നെ ഒരുപാട് ആകർഷിച്ചു. ടർട്ടിൽസ് ക്യാൻ ഫ്ലൈ എന്ന് പറഞ്ഞാൽ ആമകൾക്കും പറക്കാം. നമുക്കറിയാം ആമക്ക് നടക്കാൻ പോലും ശരിക്കായില്ല, പിന്നെ ഇങ്ങനെ ആമ പറക്കാൻ. പക്ഷേ അങ്ങനെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ സമൂഹത്തിൽ നിന്ന് പിറകോട്ട് തള്ളിയ ഒരുപാട് പേർ പറന്ന ചരിത്രമുണ്ട്. ഒരുപക്ഷെ അങ്ങനെ എനിക്കും പറക്കണം. ഒരുപക്ഷെ നാളെ നിങ്ങളുടെ മക്കളൊക്കെ നാളെ ഇതുപോലെ ആകാശത്തിന് മേലെ അങ്ങ് ചന്ദ്രനിലേക്ക് വരെ പറക്കേണ്ട ആളുകളാണ്. അങ്ങനത്തെ ഒരുപാട് പേരെ നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചു തരാം. ആ ഫോട്ടോ ആരാ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് നോക്കാമല്ലോ. ഓക്കെ, ഇയാളുടെ ഫോട്ടോ അറിയോ? ഒരു ചെറിയ കുട്ടിയാണ്. ഇല്ല, പക്ഷേ വേറൊരു ഫോട്ടോ ഞാൻ കാണിക്കുമ്പോൾ ഇതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു കുട്ടിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പോലും ഈ കുട്ടിക്ക് പഠന വൈകല്യമുണ്ടെന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ കുട്ടിയാണ്. ഇവൻ പൊട്ടനാണ്, ഇവനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് ടീച്ചേഴ്സ് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ കുട്ടി. ഈ കുട്ടി പിന്നീട് ലോകം അറിയപ്പെട്ടത് ഇങ്ങനെയാണ്. തോമസ് ആൽവ എഡിസൺ 2000-ഓളം കണ്ടുപിടുത്തങ്ങൾ നടത്തി. അവസാനം ഇതിന് പേറ്റൻറ്റ് കൊടുക്കുന്നവർ പോലും പറഞ്ഞു ഈ ഏറ്റവും കൂടുതൽ പേറ്റൻറ്റ് കിട്ടിയ റെക്കോർഡ് പോലും നിങ്ങൾക്കാണെന്ന് പറഞ്ഞു. അതായത് അത്രയും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു കുട്ടി പഠിക്കുന്ന സമയത്ത് പഠന വൈകല്യമുണ്ടെന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് പുറത്താക്കിയ കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ കഴിവുകളെ കണ്ടെത്തിയത് ആരാണ്? ആ കുട്ടിയുടെ രക്ഷിതാക്കൾ. ആ കുട്ടിക്ക് ഒരുപാട് സമൂഹത്തിന് വേണ്ടി ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അത് ടീച്ചേഴ്സിന് പോലും മനസ്സിലായില്ല. നടക്കാൻ പോലും കഴിയില്ല എന്ന് വിചാരിച്ച് പറന്ന ഒരുപാട് പേരുണ്ട് സമൂഹത്തിൽ. നമ്മുടെ ലോക ചരിത്രത്തിലെ ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ച് യാത്രയായ ഒരുപാട് പേര്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അസാധ്യമായിട്ടൊന്നുമില്ല ചെയ്യാൻ പറ്റാതെ എനിക്കുണ്ടായിരുന്നു. ഞാനും 8ാം ക്ലാസ് വരെ വീട്ടിലിരുന്നതായിരുന്നു, പുറത്തൊന്നും പോവാതെ. കാരണം എനിക്ക് തോന്നി ഞാൻ പുറത്ത് പോയി പഠിച്ചിട്ട് ഇപ്പം എന്താ, എനിക്ക് ഇതിനെക്കുറിച്ചൊരു ധൈര്യമില്ലായിരുന്നു. അപ്പം എൻ്റെ രക്ഷിതാക്കൾ പറഞ്ഞു പഠിക്കണം. അവരിങ്ങനെ നിരന്തരം ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. പഠിക്കാൻ കഴിയും, നിനക്ക് കഴിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം അനിയന്മാർ സ്കൂളിൽ പോയി പഠിക്കുക, സാധാരണ ഏട്ടന്മാർ സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ അനിയന്മാർ വീട്ടിലിരിക്കുക ചെയ്യാറ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞാൻ ഏട്ടന് വീട്ടിലിരിക്കുമ്പോൾ അനിയന്മാർ പോയി പഠിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പുറത്തൊക്കെ പോയ കുട്ടികളെന്ത് വിചാരിക്കും, അവർക്ക് സങ്കടമാവില്ലേ, അവരെന്നോട് സംസാരിക്കുമോ, എനിക്ക് പഠിക്കാൻ കഴിയുമോ, എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു. പക്ഷെ എൻ്റെ രക്ഷിതാക്കളെ നിനക്ക് കഴിയും എന്നിങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നു. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെയാണ് ദൈവം സെലക്ട് ചെയ്തിട്ട് അവർക്കാണ് ഇങ്ങനെ ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്നെ നോക്കിയിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് മക്കൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെന്ന്? ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. കാരണം ഞാൻ വരെ എഴുതിയില്ലേ, നടക്കൂലെന്ന് വിചാരിച്ച് ഞാൻ അതപ്പോൾ നടക്കും. ഞാൻ അപ്പോൾ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു ചെറുപ്പത്തൊക്കെ. പിന്നെ ഞാൻ കളി നിർത്തി. കാരണം നമ്മൾ ക്രിക്കറ്റ് കളിച്ചാണ് ഇനിയിപ്പോൾ ശ്രീശാന്തിൻ്റെ ഒന്നും ചാൻസ് കളയണ്ട വിചാരിച്ചിട്ട് അവർ ജീവിച്ച് പോയിക്കോട്ടെ. ഞാൻ ബോളിലും ബാറ്റിലൊക്കെ ഞാൻ നിർത്തി വെച്ചാൽ അവർ കളിച്ചോട്ടെ, എന്തിനാ വെറുതെ അവരുടെ കഞ്ഞി പാച്ചിട്ടാൻ പോകണമെന്ന് വിചാരിച്ച് ഞാൻ കളി നിർത്തി വെച്ചു. ശ്രീശാന്ത് എനിക്ക് വിളിച്ചിരുന്നു. അപ്പോൾ ശ്രീശാന്ത് വിളിച്ചിട്ട് ഞാൻ ഒരുപാട് സംസാരിച്ചു. അപ്പോൾ ശ്രീശാന്ത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പഠിച്ച് വലിയ ആളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കിന്നെ പറഞ്ഞാലോ വിചാരിച്ചു ശ്രീശാന്തിനോട്, ഞാൻ കളി നിർത്തിയോണ്ടാട്ടോ എനിക്ക് കേരളത്തിൽ നിന്ന് സെലക്ഷൻ കിട്ടിയതെന്ന് പറഞ്ഞാലോ ഞാൻ വിചാരിച്ചു. പിന്നെ വേണ്ട പാവം ജീവിച്ചു പോയിക്കോട്ടെന്ന് വിചാരിച്ചു. ശ്രീശാന്ത് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. കാരണം എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണത്. അന്ന് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ സമൂഹത്തിലേക്ക് അത്രത്തോളം നമ്മൾ ഇറങ്ങി ചെല്ലുന്നു, അത്രത്തോളം സമൂഹം നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ പുസ്തകത്തിൽ ഇങ്ങനെ ബൈബിളിലും ഖുർആനിലൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും ദൈവം പറയാം, നിങ്ങൾ ദൈവത്തിലേക്ക് ഒരു പടി അടുക്കുമ്പോൾ ദൈവം നിങ്ങളിലേക്ക് 2 പടി അടുക്കുന്നു പറയും. നിങ്ങൾ എന്നിലേക്ക് 1 അടി വെച്ചാൽ ഞാൻ നിങ്ങളിലേക്ക് 2 അടി വെക്കുന്നു പറഞ്ഞു. അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യം. നമ്മുടെ മക്കളെ സമൂഹത്തിലേക്ക് ഒരു പടി നമ്മൾ സമൂഹത്തിലേക്ക് ഇറക്കി ചെന്നാൽ സമൂഹം മുഴുവൻ അവരുടെ സമൂഹത്തിന് സ്നേഹവും സഹായവും പ്രോത്സാഹനവും എല്ലാം ഇങ്ങോട്ട് വരും. അത് നിങ്ങളുടെ മക്കൾ ഇങ്ങനെ ജനിച്ചത് ഒരിക്കലും നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല. പക്ഷേ അവന് ഒരു ചിത്രം വരയ്ക്കാൻ കഴിയാതെ, ഒരു കവിത എഴുതാൻ കഴിയാതെ, ലോകം അറിയപ്പെടാതെ പോയാൽ അത് നിങ്ങളുടെ മാത്രം കുറ്റം കൊണ്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാം, ഷിയാബ് ഇങ്ങനെ ജനിച്ചത് ഒരിക്കലും ഷിയാബിൻ്റെ കുറ്റം കൊണ്ടല്ല. പക്ഷേ ഷിയാബ് ചിത്രം വരയ്ക്കാതെ പോയാൽ അത് ഷിയാബിൻ്റെ മാത്രം കുറ്റം കൊണ്ടാണ്. ഷിയാബിന് ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഷിയാബിന് സമൂഹത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഷിയാബിൻ്റെ മാത്രം കുഴപ്പം കൊണ്ടാണെന്ന് പറയാം, അല്ലേ? നാളെ ഒരു പക്ഷേ ഈ മക്കളെ ഓർത്ത് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു
നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നല്ല, ഉണ്ടാവും തീർച്ചയായിട്ടും. ഞാൻ പറയുന്നു, ഒരു 15 വർഷം കഴിഞ്ഞിട്ട് ഇതുപോലൊരു പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഈ പാരൻസിനെ ഞാൻ കുറച്ച് ബാക്കിലിരുത്തിയിട്ട് ഈ മക്കളെ ഞാൻ മുമ്പിലിരുത്തും. ഒരു പക്ഷേ ഈ മക്കളായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. ഈ ഒരു മെയിൻ സ്റ്റേജിൽ ഈ മക്കളിരിക്കുന്നൊരു പൊസിഷനിലേക്ക്, ആ സ്ഥാനത്തിലേക്ക് അവർ നാളെ എത്തും എന്നെനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ കഴിയട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഇവർക്ക് ഭക്ഷണം നൽകുന്നതിന് എല്ലാ സഹായവും നൽകിയത് പൂക്കോട്ടൂരിലെ കെ അക്ബർക്കയാണ്. അക്ബർക്കയാണ് ഇവർക്ക് വേണ്ട എല്ലാ ഭക്ഷണവും നൽകാൻ എന്നെ സഹായിച്ചത്. ഭക്ഷണം കഴിക്കുന്നില്ലേ? തീർച്ചയായിട്ടും എല്ലാവരും ഒരുപാട് സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഭക്ഷണം കഴിച്ചോ? ഇനി വേണോ ചോറ്? വേണ്ട. ഷിഹാബുദ്ദീൻ, വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി തന്നെ ടാസ്ക് പൂർത്തിയായി കഴിഞ്ഞു. എന്തായാലും എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിച്ചതിലേറെ വൃത്തിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഇവിടുത്തെ സപ്പോർട്ടും, ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട്, പിന്നെ ഇവിടെ ബാക്കി സഹായിക്കാൻ വന്നവരുടെ സപ്പോർട്ട്, ഇവിടുത്തെ പാരൻസിൻ്റെ സപ്പോർട്ട്. തീർച്ചയായിട്ടും അടുത്ത റൗണ്ടിൽ ഇതുപോലെ നല്ലൊരു ടാസ്ക് വീണ്ടും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ കഴിവിൻ്റെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കും. ഇനി വരുന്ന റൗണ്ടുകളിൽ ഇതിനേക്കാൾ കുറച്ച് കട്ടി കൂടിയ ടാസ്കുകൾ വന്നാലും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ്? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയിച്ചു എന്ന് തോന്നുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ കൂടെ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിലേക്കാൾ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചു കൊടുക്കാനുള്ളൊരു വേദി കൂടിയാണിത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കും. അത് ചാനലിലൂടെ ലോകം മുഴുവൻ കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായിരിക്കും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഒരു ടാസ്ക് ചെയ്തതിന് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടട്ടെ. അതിന് നമുക്ക് ഇനിയിപ്പോൾ ആരിലേക്കാണ് പോകേണ്ടത്? ജഡ്ജസിലേക്ക് അല്ലേ? അപ്പോൾ ജഡ്ജസിൻ്റെ അഭിപ്രായം നമുക്ക് നോക്കാം.